കദീസാത്ത നിങ്ങൾ ഡ്രസ് എടുത്തിട്ടേ എനിക്കൊന്ന് ഫോൺ വിളിക്കോണ്ടി. അപ്പൊ ഞാൻ വരാം. ഈ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റൂലേ? ആയിക്കോട്ടെ ബാസിയെ, ഞങ്ങൾ എല്ലാരും ഡ്രസ് എടുത്തിട്ടേ എനിക്ക് ഫോൺ വിളിക്കണ്ട്. അപ്പജി വന്നാ മതി. അല്ല മനസ്സിയ, നിങ്ങൾ ഓട്ടോറിക്ഷയിൽ തന്നെ കുത്തിരിക്കാണോ? നിങ്ങൾ ഡ്രസ് എടുക്കാനൊന്നും വരുന്നില്ലേ? ഇജ്ജ് പോയിക്കോണ്ടി കദീസോ, ഞാൻ ബാസിന്റെ അപ്പുറം ഇരുന്നോളാം. എന്തോന്നാ അബൂക്കത്, നല്ലൊരു പെരുന്നാളായിട്ട് നിങ്ങൾ ഡ്രസ് എടുക്കാനൊന്നും പോണില്ലേ? ഇജ്ജൊന്നും ഉണ്ടാതിരുന്ന ബാസിയെ, അന്റെ ഞാൻ സമാധാനമായിട്ട് ഇരിക്കണത് എനിക്ക് പിടിക്കൂലേ? ഇജ്ജ് കണ്ടാ പെണ്ണുങ്ങളെ ചാത ഓലപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയാലേ ആ കട മറിച്ചിട്ടാൽ ഓൾക്ക് പറ്റിയ ഡ്രസ്സ് പറ്റൂല. എന്റെ പൊന്നോ. അപ്പൊ അതാണില്ലേ കാര്യം. ഇജ്ജ് വേറെ വർത്താനൊന്നും പറയാതെ വേഗം വണ്ടി എടുത്താ. ശരി ശരി കദീസാത്ത, ഞങ്ങൾ പോവാട്ടോ. എന്നാ ശരി ബനെ. എന്നാ നമുക്ക് കടയ്ക്ക് കേറിയില്ല നീലു? ഓ അതിനെന്താ, മടിച്ചു നിക്കാതെ വരി മക്കളെ. സൈന, നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ. അതേടി, എന്റെ അമ്മായിയുടെ മോളെ ഇവിടുന്ന് എടുത്തത്. അവളാ പറഞ്ഞത് ഇവിടുന്ന് എടുത്താ മതി, അടിപൊളി കളക്ഷൻസ് ആണെന്ന്. എടിബിള സൈന, ആ കടയത്തെ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്. ഓൾ എന്താ എനിക്ക് വേണ്ടെന്ന് ചോദിച്ചാലേ എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞോണ്ടിട്ടാ. എന്റെ പുതിയാപ്പിളപ്പ അടുത്ത് വരുന്നല്ലേ, എല്ലാം വാങ്ങിക്കോണ്ടി. ശരി ഉമ്മ. ഹലോ മാം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് പെരുന്നാക്കുള്ള ഡ്രസ് വേണം. അല്ലാതെ എന്തിനാ ഈ തുണിക്കടയ്ക്ക് വന്നിക്കണത്? കോഴി വാങ്ങാനൊന്നല്ലോ. ഒന്നും മിണ്ടാതിരിയുടെ സുലൈമാനെ. നിങ്ങളൊന്നും വിചാരിക്കരുതിട്ടാ, ആ ചെക്കൻ അങ്ങനെയാണ്, തർക്കുത്തരം മാത്രമേ പറയുള്ളൂ. ഓ അതൊന്നും കുഴപ്പമില്ല മാം, അവൻ ചെറിയ കുട്ടിയല്ലേ. നിങ്ങൾക്ക് ഏത് തരം ഡ്രസ്സാണ് വേണ്ടത് മാം? ചുരിദാർ, സാരി, അബായ? എനിക്ക് പെരുന്നാക്ക് കുളിച്ചിട്ടിടാൻ ഒരു മാക്സി വേണം, പിന്നെ ഒരു ചുരിദാറും വേണം, ഒരു സാരിയും വേണം. എടിബളെ, എനിക്ക് പെരുന്നാക്ക് കുളിച്ചിട്ടിടാൻ ഒരു മാക്സിയും വേണം, പിന്നെ ഒരു അബായും വേണം. ഓക്കെ ശരി മാം. കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? എന്റെ മോളെ ആമിക്ക് ഒരു ഉടുപ്പ് വേണം. ഇവിടെ ആൺകുട്ടിയുടെ ഡ്രസ് ഉണ്ടോ? ഇല്ല മാം, ഇവിടെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഡ്രസ് മാത്രമേ ഉള്ളൂ. കദീസുമ്മ, എന്നാ നമുക്ക് ആദ്യം മാക്സിയുടെ കളക്ഷൻസ് കാണിക്കാൻ പറയാല്ലേ? ഇജി പറഞ്ഞതാ ശരി. ആദ്യം നമ്മള് പെരുന്നാക്ക് കുളിച്ചിട്ട് മാക്സിയിലിടുക, അതെന്നെ ആദ്യം എടുക്കാം. ഓക്കെ മാം, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പുതിയ മാക്സി കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. ആ ഓക്കെ ബളെ. ആ കടക്കാരത്തി പെണ്ണിനെ കാണാൻ നല്ല മൂഞ്ചുണ്ടല്ലേ, പക്ഷെ മുടി ഇത്തിരി കുറവുണ്ട്. എന്താ കദീസുമാക്ക് ഓളെ പെരുത്ത് ഇഷ്ടായി തോന്നണേ. നമ്മൾ അബൂക്കാനം കൊണ്ടൊന്ന് കെട്ടിച്ചാലാ? ഇജും ഉണ്ടായിരുന്ന ബളെ, ഇന്നത്തന്നെ മൂപ്പരാള് നോക്കണില്ല, പിന്നീട് വേറൊരു പെണ്ണിനും കൂടി. ഇതാ അവര് വരുന്നുണ്ട്. മാം ഇതെങ്ങനെയുണ്ട്? കുറച്ചുകൂടി കളക്ഷൻസ് കാണിക്കാമോ? ഓ ഷുവർ മാം. ഇത് കൊള്ളാമോ മാം? ഇക്ക് ചെറിയ പെമ്പിള്ളാരെ പോലെ ചെറിയ കൈയുള്ളതൊന്നും പറ്റൂല ബളെ, ഫുൾ കൈയുള്ള കൊണ്ടേ. ആദ്യം ഹാഫ് കൈയുള്ള മാക്സിയുടെ കളക്ഷൻസ് കാണിക്കാം, അത് കഴിഞ്ഞ് ഫുൾ സ്ലീവിന്റെ കളക്ഷൻസ് കാണിച്ചാൽ മതിയോ മാം? ഇതെങ്ങനെയുണ്ട് മാം? എന്താ ബളെ, ഈ നമ്മളെ മരോളെ പോലെ തന്നെയല്ലേ, ഇന്നെ മാം എന്നൊന്നും വിളിക്കണ്ടേ, ഉമ്മച്ചിയെന്ന് വിളിച്ചാ മതി. ഓക്കെ മാം. ഓ സോറി ഉമ്മ, ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മാക്സി ഇട്ട് നോക്കാമോ? അതെ സൈന, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു മാക്സി ഇട്ട് നോക്കിയിട്ട് വരുമോ? അത് വേണോ നീലു? എനിക്ക് ഈ കടയത്തെ റൂമിന്റെ ഉള്ളിൽ നിന്നൊക്കെ മാറ്റാൻ ഭയങ്കര പേടിയാ. ഇനി ക്യാമറ എങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിലോ? ഓ അതൊന്നും കുഴപ്പമില്ലേ സൈന, ഈ സാരിയുടെ മുകളിൽ ഇട്ടാ മതി. മാം ടെൻഷൻ ഒന്നും വേണ്ട, എന്റെ കൂടെ വരൂ. നമ്മിന്റെ കൂടെ വാ, ഇമ്മാക്കൊട്ട് നോക്കാലോ. നിജി കുട്ടിയോളെ നോക്കിക്കോ നീലോ, നമ്മള് മാക്സി ഇട്ട് നോക്കിയിട്ട് വരട്ടാ. ശരി കദീസുമ്മ, എന്റെ കൂടെ വരൂ മാം. ദേ കദീസുമ്മി സൈനാത്തി വരുന്നുണ്ടേ. നല്ല രസമുണ്ടല്ലോ മാക്സി. രസമുണ്ട് നീലു? കൊള്ളാടി. എന്നാ ഞങ്ങൾ ഡ്രസ്സ് മാറ്റിട്ട് വരാട്ടോ. ഇനി നമുക്ക് മോൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് നോക്കിയാലോ മാം? ആയിക്കോട്ടെ. ഈ ഡ്രസ്സ് കൊള്ളാമോ? ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ആ ബൊമ്മമ്മയുള്ള ഡ്രസ്സ് മതി. മാം മോൾക്ക് കുറച്ച് ഡ്രസ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കാലോ. ഓ അതിനെന്താ, മോൾ ആമി അവരുടെ കൂടെ ചെല്ലൂ. വരൂ മോളെ. ഓൾക്ക് പറ്റിയതിനെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഒരു സമാധാനം തരൂല. ആമി പുതിയ ഉടുപ്പിട്ടിട്ട് വരുന്നുണ്ട്. വാവ് സൂപ്പർ ആമി. ശരിക്കും രസണ്ടാ? രസണ്ട്. വാവ് ഇതെങ്ങനെയുണ്ട് പാരക്കുട്ടി? ഇതാണ് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇമ്മച്ചേ എനിക്ക് ഈ ഡ്രസ്സും വേണം, പിന്നെ ആ ബൊമ്മമ്മ കണ്ട ഡ്രസ്സും വേണം. ഏതെങ്കിലും ഒന്ന് എടുത്താ മതി. എന്തോന്നിതമ്മ, ഇമ്മാക്ക് മാക്സിം സാരി ചുരിദാറൊക്കെ എടുക്കണ്ടല്ലോ, പിന്നെ നിക്ക് രണ്ട് ഡ്രസ്സ് എടുത്താന്നാല്? ആമേ കടയിൽ വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയാലുണ്ടല്ലോ, ഒരു ഡ്രസ്സ് എടുത്താ മതി. ഏയ് നിങ്ങൾ രണ്ടാം കൂടി ഒച്ചപ്പാടുണ്ടാക്കല്ലേ, ഓള് രണ്ട് ഡ്രസ്സ് എടുത്തോട്ടെ. ഓള് പറഞ്ഞത് ശരി തന്നെയല്ലേ, നമ്മളൊക്കെ രണ്ട് ഡ്രസ്സ് എടുക്കണില്ലേ, പിന്നെ ഓൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്താല്? അതന്നെ സൈന, പെരുന്നാളല്ലേ, കുട്ടികൾ ഇഷ്ടമുള്ള എടുത്തോട്ടെ. ശരി, അപ്പൊ നമുക്ക് എല്ലാം പാക്ക് ചെയ്താലോ? ആ ഓക്കെ ബളെ. എന്തോ ഒരു പൊരിയ കടയില് 7000 റുപ്യ. ഈ 7000 റുപ്യ സുബൈർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര പണിയെടുക്കേണ്ടി വരും? അതിന് മാത്രം ഡ്രസ്സ് കൊടുത്തല്ലേ കദീസുമ്മ, പിന്നെ പെരുന്നാൾ സീസണൊക്കെ അല്ലേ, അവർ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റും കൂട്ടിയിട്ടുണ്ടാവും. ഇജ്ജ് പറഞ്ഞത് ശരിയാണ്, പെരുന്നാളിന്റെ മുന്നേ ഡ്രസ്സ് എടുത്തേക്കണം, എത്ര പൈസ ഒന്നും ആവൂലേ. എന്നാ അതും പോരാഞ്ഞിട്ടോ, നമ്മൾ ഇത്ര പൈസക്കൊക്കെ ഡ്രസ്സ് എടുത്തതല്ലേ, എന്തെങ്കിലും ഒന്ന് കുറച്ച് തരിക. ഓൻ കുറച്ച് തന്നതോ 50 റുപ്യ. അതുമല്ല പണ്ടൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോഴേ അതിന്റെ കൂടെ ടവലും തന്നീന്നു, ഇപ്പൊ ടവലും ഇല്ല, ഒരു കുന്തും ഇല്ല. ഈ കദീസുമാന്റെ ഒരു കാര്യം. അല്ല ഇനി നമ്മൾ അടുത്തത് എങ്ങട്ടാ പോണ്? ഫാൻസി കടയിലേക്കാണുമ്മ, ആമിന്റെ ഡ്രസ്സിനൊത്തെ മുടി വെക്കണത് ഹെയർ ബാൻഡും വാങ്ങാനേ. നടക്കി മക്കളെ, നമുക്ക് അങ്ങോട്ട് പോവാം.
അല്ലമ്മ, ഞാൻ ബാസിനെ വിളിച്ചിട്ടുണ്ടേ. ഓനിപ്പോ വരും ഓട്ടോറിക്ഷ കൊണ്ട്. ഈ റോഡ് മുറിച്ച് കിടക്കണം ഫാൻസി കടയിലേക്ക് പോവാന്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കുട്ടികളെ നോക്കിയിട്ട് ഇമ്മി ഓട്ടോറിക്ഷ തന്നെ ഇരിക്കുവോ? ഇമ്മച്ചി, ഞാനുണ്ട് ഫാൻസി കടയിലേക്ക്. എനിക്ക് മൈലാഞ്ചിയൊക്കെ വാങ്ങണം. ഈ റോഡ് മുറിച്ച് കിടക്കണോ ഫാൻസി കടയിലേക്ക് പോവാന്? ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. എന്തോന്നിതമ്മ? കുട്ടികളെ ഓട്ടോറിക്ഷയിൽ ഇരുന്നോട്ടെ എന്റെ സൈന. അല്ല അബോക്കണ്ടല്ലോ കുട്ടികളെ നോക്കാന്. അതല്ലമ്മ, പെരുന്നാളായോണ്ട് നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. കുട്ടികളെങ്ങാനും ഓട്ടോറിക്ഷന്ന് ഇറങ്ങി ഓടിയാലോ? ഇപ്പൊ പറഞ്ഞ കുട്ടികൾ കേൾക്കൂലേ? ഇമ്മ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെ. നിങ്ങൾ വേഗം പോയിട്ട് വാ. ശരിയമ്മ. ആമിമോള് വിഷമിക്കൊന്നും വേണ്ടട്ടോ. മോൾക്കുള്ള മൈലാഞ്ചി ഇമ്മച്ചി വാങ്ങിക്കൊണ്ടു തരും. ശരി നീലിമ്മ. നീലിമ്മോട് ഒരു കാര്യം പറയട്ടെ. എന്തോ ആമിക്കുട്ടി? അതെ, പെരുന്നാളിന് മൈലാഞ്ചി തരാനേ ലച്ചു ചേച്ചിനെ എന്റെ വീട്ടിക്ക് പറഞ്ഞേക്കോ? ഇത്രയുള്ള കാര്യം. ലച്ചുവിനെയും പാറക്കുട്ടിനെയും ശിവനെയും പൊടിമോളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആമിയുടെ വീട്ടിക്ക് പറഞ്ഞേക്കട്ടോ. നിങ്ങൾ രണ്ടാളും സമയം വൈകിപ്പിക്കാതെ വേഗം സാധനം മേടിച്ചോണ്ടി വരി. വാ സൈന, വേഗം പോയി വരാം. ഹലോ ഇത്ത, എന്താണ് വേണ്ടത്? റോസ് കളറുള്ള മുടിമക്കെട്ടിയും ഹെയർ ബാൻഡും മൈലാഞ്ചും പിന്നെ കുറച്ച് കുപ്പിവെള്ളം വേണം. ഓക്കെ ഇത്ത, വെയിറ്റ് ചെയ്യൂ, ഞാൻ കൊണ്ടുവരാം. കുട്ടികളെല്ലാരും പിടിച്ച് ഓട്ടോയിൽ ഇരുത്തി നന്നായി. അല്ലെങ്കിൽ എല്ലാം വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുള്ളൂ. അതല്ല സൈന, കുപ്പിവെള്ളം ആർക്കാ? ഞാനോടും പറയണ്ടട്ടാ, കുപ്പിവെള്ളക്കാണേ. സുബൈറാക്കാക്ക് ഞാൻ കുപ്പിവെള്ളം ഉണ്ട് നല്ല ഇഷ്ടാണ്, അതോണ്ടാ വാങ്ങണത്. അമ്പടി സൈന. അതല്ലേ ഇമ്മ ഫാൻസി കടയിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കുട്ടികളെ നോക്കിക്കോളിന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ തന്നെ എത്തിയത്. ഈ കുപ്പിവെള്ളം വാങ്ങുമ്പോഴേ ഇമ്മ എന്തിനാ ഏതിനാന്നൊക്കെ ചോദിക്കും. ഇത്ത, ഇത് മതിയോ നോക്കൂ. ഹെയർ ബാൻഡ് മുടി വെക്കണത് ഇത് മതി ഇത്ത. ഓ, ഇത് മതി. കുപ്പിവള ഇത് മതിയോ? ആ, ഇത് രസണ്ട്. വേറെ കളക്ഷൻസ് ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഇത് നല്ല രസണ്ട്. ഈ രണ്ട് പാക്ക് ചെയ്തോളിട്ടാ. പിന്നെ മൈലാഞ്ചി വെക്കാൻ മറക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കും. ഓക്കെ ചേച്ചി. എന്റെ അമ്മിക്കുട്ടിന് സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു പാറക്കുട്ടി. ഓള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മെയിൻ ആവുകയാണേ. ഇച്ചി പോടെ സുലൈമാനെ. പെരുന്നാളല്ലേ എന്റെ സുലൈമാനെ, ഓള് മെയിൻ ആയിക്കോട്ടെ. അല്ല, സുലൈമാന്റെ വല്യമ്മി ഉമ്മക്ക് എവിടെ? ഓളൊക്കെ അടുക്കളയിലുണ്ട്, എന്തൊക്കെയോ പണിയില്ല. എല്ലാരും ഇവിടെ ഇരുന്നിട്ട് മൈലാഞ്ചി ഇട്ടോളിട്ടോ. ഞങ്ങളൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാം. ശരിയമ്മ. നല്ലൊരു ദിവസമായിട്ട് വഴക്കൊന്നും കൂടരുതട്ടോ. ശരിയമ്മ. ഇന്ന് നമുക്ക് മൈലാഞ്ചി ഇട്ടാലോ അമ്മേ? 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. എന്താ കദീസുമ്മ, പാട്ടൊക്കെ പാടി കാര്യമായിട്ടുള്ള പണിയാണല്ലോ. എന്താ പരിപാടി? ആ നീലോ, ജെപ്പളാടി വന്നത്? ഇപ്പൊ വന്നോളൂ കദീസുമ്മ. നമ്മളിവിടെ പെരുന്നാക്കുള്ള മൈലാഞ്ചി അരക്കാണ് എന്റെ പെണ്ണുങ്ങളെ. എന്തിനങ്ങനെ കഷ്ടപ്പെടുന്ന കദീസുമ്മ? ഇപ്പൊ ട്യൂബിലുള്ള മൈലാഞ്ചി ഒക്കെ കിട്ടുമല്ലോ, അത് കൈമിട്ടാ പോരെ? അതൊക്കെ വിഷല്ലേ, നമുക്ക് ഇതിട്ടാലേ തൃപ്തിയാവുള്ളേ. മൈലാഞ്ചിന്റെ ഇല കോരിയിട്ട് കല്ലും മരച്ചിട്ട് കയ്യിൽ അപ്പം പോലെ ഇടണം. എന്നിട്ട് അതിമ കവറുമൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. നാളെ നേരം വെളുക്കുമ്പോ നോക്കുമ്പോ ചൊകാന്നുണ്ടാവും. അത് കാണുമ്പോഴൊരു സന്തോഷം, അത് വേറെ തന്നെയടി. അത് കദീസുമ്മ പറഞ്ഞ ശരിയാ. നമ്മൾ പഴയ കാലത്തെ ആഘോഷത്തിന്റെ ഭംഗിയൊന്നും ഇപ്പത്തെ ആഘോഷങ്ങൾക്ക് കിട്ടിയില്ലെന്നേ. കദീസുമ്മ, ഞങ്ങൾ സൈനാനൊന്ന് കണ്ടിട്ട് വരാട്ടോ. ഓ ശരി എന്റെ മക്കളെ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. ആഹാ, ഇന്ന് ഉള്ളി തൊളിക്കണ ആൾക്കാര് നേരത്തെ ആണല്ലോ. കളിയാക്കാതാടി എന്റെ സൈന. ഇങ്ങനെ ഇരിക്കി, എന്തേലും കുടിക്കാടുക്കണോ? ഒന്നും വേണ്ടടി. അല്ല, എന്റെ പെരുന്നാൾ പണിയൊക്കെ എന്തായി? വർഷങ്ങളായിട്ട് ഇങ്ങള് വന്നിട്ടന്നെയല്ലേ ഞാൻ എല്ലാ പണികളും തുടങ്ങാറ്. ശരിയാ, നമ്മുടെ ഈ സ്നേഹവും ഒത്തൊരുമയും എന്നും നിലനിൽക്കണമെന്നാ എന്റെ പ്രാർത്ഥന. എന്റെയും പ്രാർത്ഥന അത് തന്നെയാ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പെരുന്നാളിന് ഉള്ളി തൊളിക്കണ്ടേ? എടി സൈന, അപ്പൊ ഉള്ളി തൊളിക്കാൻ വേണ്ടിട്ടാണല്ലേ ഞങ്ങളോട് കൂട്ടുകൂടുന്നേ? ഒന്ന് പോടി നീലു. അല്ല, ലച്ചും പിള്ളേരൊക്കെ ഇവിടെ? ഓളെല്ലാരും കൂടി ആമിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണ്ടേ? കുട്ടികൾക്ക് തന്നെ പെരുന്നാൾ പോരിവൊക്കെ ഉള്ളത്. എത്ര ദിവസം മുന്നേ തുടങ്ങിയതെന്നറിയോ സുലൈമാനും ആമിയൊക്കെ പെരുന്നാളിന് വേണ്ടി കാത്തുക്കാൻ തുടങ്ങിയിട്ട്? ചേച്ചി, എനിക്കും മൈലാഞ്ചിട്ട് തന്നെ. ആറുകുട്ടിക്കും ശിവക്കും പൊടിമോൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടേരാട്ടോ. അപ്പൊ എനിക്ക് ഇട്ടേരൂല ചേച്ചി? എല്ലാവർക്കും ഇട്ടേരാലോ. ആദ്യം ആമിയുടെ കയ്യട്ടോ. ശിവേച്ചി, എനിക്ക് വെള്ളത്തിന് ദാഹിക്കുണ്ട്. അടുക്കളയ്ക്ക് ബാ, ഞാൻ വെള്ളം തരാം. മോള് സുലൈമാന്റെ കൂടെ പോയിക്കോട്ടോ. എന്താ കുട്ടിയുടെ പേര്? പൊടിമോള്. നല്ല രസമുള്ള പേര്. എന്റെ പേര് സുലൈമാനെന്നാ. എല്ലാരും അവനെ ഹനുമാനേന്ന് വിളിക്കും. ദുഷ്ടത്തി, ഈ കുട്ടിയുടെ മുന്നിലുള്ള എല്ലാ വിലയും കളഞ്ഞു. വെള്ളം കുടിക്കാൻ പോവാ. നടക്ക്. സൈന, എന്നാ നമുക്ക് ഉള്ളി തൊലിക്കൽ തുടങ്ങിയാലോ? ആ, തുടങ്ങാ. ആഹാ, കദീസുമാന്റെ മൈലാഞ്ചി അരക്കലൊക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞു മക്കളെ. കദീസുമ്മ, എനിക്കും കുറച്ച് അരച്ച മൈലാഞ്ചി തരണേ, എന്റെ നഖത്തിലൊക്കെ ഒന്ന് ഇടാനാ. ഓ അതിനെന്താ നീലു, ഇത് എത്ര വേണമെങ്കിലും കൊണ്ടേക്കോ. എനിക്കും വേണേ കദീസുമ്മ. എല്ലാവർക്കും തരാ എന്റെ മക്കളെ. എന്ത് രസം എന്റെ ആമിക്കുട്ടി മൈലാഞ്ചി കിട്ടി കാണാൻ. പുതിയെണ്ണായല്ലോ. ഓളൊരു നാണം കണ്ടില്ലേ? എടി സൈന, സുബൈർ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഒരു പുതിയാപ്പിളനും കൂടി കൊണ്ടാൻ പറ. ആ
ആമിക്കുട്ടിയെ നീ അതും മനസ്സിൽ വെച്ചിട്ട് പൊതി വെച്ചിരിക്കണ്ടട്ടാ. അന്നെ നല്ല പഠിപ്പിച്ച് വലിയ ഡോക്ടറായിട്ട് എന്നെ കെട്ടിക്കോളൂ. അത് ശരിയാ, ഇപ്പോഴത്തെ കുട്ടികളെ നല്ല പഠിപ്പിച്ചിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു വിടുള്ളൂ. നേരെ സന്ധ്യ വരായി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കദീസാത്ത. നിങ്ങൾ പോണതൊക്കെ കൊള്ളാം. നാളെ മര്യാദക്ക് നേരത്തെയും കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്നോണ്ടി. ഇവിടെയാണ് എല്ലാവർക്കും ഭക്ഷണം, കേട്ടാ? അത് അങ്ങനെ തന്നെയല്ലേ എന്റെ കദീസുമ്മ, കാലാകാലായിട്ട് നമ്മൾ അങ്ങനെ തന്നെയല്ലേ പെരുന്നാൾ കൂടുന്നേ. നീ അതല്ല നീരോ, നീ വിളിച്ചില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരാതിരിക്കണ്ടല്ല. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എല്ലാരും കുടുംബസമേതം നാളെ ഇവിടെ ഉണ്ടാവും. എന്താ പോരെ? അത് മതി എന്റെ മക്കളെ. അപ്പൊ പാറുകുട്ടിയെ, അമ്മുക്കുട്ടിയെ, ശിവമോളെ എല്ലാരും നാളെ നേരെ തന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നോളിട്ടോ. നമുക്ക് പെരുന്നാൾ അടിച്ചു പൊളിക്കാം. പിന്നെ